കോവിഡിനു ശേഷം പലതരം വൈറസ് വ്യാപനങ്ങളെ ജനങ്ങൾ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്ത കോങ്കോ വൈറസ് ആണ് ആരോഗ്യ മേഖലയിലെ ചർച്ചാ വിഷയം. ക്വേട്ട ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടുകയാണ്. ഇതിനകം 15 പേരിൽ കോങ്കോ ഫീവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗികളിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു എന്നതാണ് റിപ്പോർട്ട്. മേയിൽ പാകിസ്ഥാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കോങ്കോ വൈറസ് വ്യാപനം സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിക്കുകയും പ്രതിരോധ നടപടികൾക്ക് ആഹ്വാനം നൽകുകയും ചെയ്തിരുന്നു. 2023 ഇറാഖിലും പാകിസ്ഥാനിലും 100ഓളം പേരെ കോങ്കോ ഫീവർ ബാധിക്കുകയും നിരവധി പേർ മരണമടയുകയും ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളുടെ ശരീരത്തിലുള്ള ഒരുതരം ചെള്ളുകൾ വഴിയാണ് രോഗം മനുഷ്യരിലേക്ക് പടരുന്നത്. നൈറോ വൈറസ് കുടുംബത്തിൽപ്പെട്ട ബുനിയ വൈരിട്ടായി വൈറസ് ആണ് കോങ്കോ പനിക്ക് കാരണമാകുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം കോങ്കോ പനി മൂലമുള്ള മരണനിരക്ക് 40%. കന്നുകാലികളിലും ആടുകളിലുമാണ് കോങ്കോ പനിക്ക് കാരണമായ വൈറസുകൾ പെരുകുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരെ ചെള്ള് കടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് പനി ലക്ഷണം കണ്ടു തുടങ്ങും. രോഗം വായുവിലൂടെ പകരില്ലെന്നും രോഗം ബാധിച്ചവരുടെ രക്തത്തിൽ നിന്നും രക്താംശത്തിൽ നിന്നുമാണ് പകരുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. കടുത്ത പനി, വയറുവേദന, ഛർദി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ഇത് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും. 75% പേരിലും ഇത് തലച്ചോറിനെ ബാധിക്കും. ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 5 ദിവസത്തിനകം മസ്തിഷ്കാഘാതം സംഭവിക്കാൻ ഏറെ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. രോഗം പിടിപെടുന്ന 10ൽ 4 പേർ മരണപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. രോഗം ഗുരുതരമായാൽ 2ാം ആഴ്ച മുതൽ മൂത്രത്തിൽ രക്താംശം, മൂക്കിൽ നിന്ന് രക്തം വരിക, ഛർദിൽ തുടങ്ങിയവ കണ്ടു തുടങ്ങും. ക്രമേണ കരളിനെയും വൃക്കകളെയും രോഗം ബാധിക്കും. ശരീരത്തിൽ ചിക്കൻ പോക്സിന് സമാനമായ പാടുകൾ കണ്ടു തുടങ്ങും. രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിലൂടെ രോഗം നിയന്ത്രിക്കാനാവും. പരിചരിക്കുന്നവർ അടക്കമുള്ളവർ ഗ്ലൗസും മാസ്കും ധരിക്കണം. മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം. മൃഗങ്ങളിലെ ചെള്ള് നിയന്ത്രിക്കുന്നതിനുള്ള മുൻകരുതലും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കന്നുകാലികളെയും മറ്റും പരിപാലിക്കുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം.